ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാട്ടോ ചെയ്തെടുക്കുന്നത്. പ്രോൺസ് ബോൾസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം പ്രോൺസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 75 ഗ്രാമോളം പ്രോൺസ് എടുത്തിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഉപ്പും ചേർത്തിട്ടൊന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് തിളച്ച് അത് ഏകദേശം ആ ഒരു വെള്ളം ഒന്ന് വറ്റുന്ന സമയത്ത് അത് കുക്കായിട്ട് കിട്ടിക്കോളും. ഒരുപാടങ്ങ് കുക്കാക്കുന്ന സമയത്ത് ഒരു റബ്ബർ പോലെ ആയിപ്പോട്ട് ചെമ്മീൻ. അപ്പോൾ അത്ര അങ്ങനെ കുക്ക് ചെയ്യണ്ട. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സവാളയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ആ ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷിൻ്റെ ഐറ്റംസിനൊക്കെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു, കുറച്ച് മുളക് പൊടിയും ഇത്രയും ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മസാലയൊക്കെ വഴറ്റി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെള്ളം വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു മസാല ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരയണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ചെമ്മീനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാടില്ല, ഏകദേശം ഒരു 9 എണ്ണമൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ ആകെ ഒരു സവാളയും അതുപോലെ കുറച്ച് ചെമ്മീൻ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ബ്രെഡ് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഓരോ ബോൾസും ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഏകദേശം എല്ലാ മുട്ടയിൽ മുക്കിയിട്ട് എല്ലാ ഉണ്ടയും ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ആ ഒരു നനവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡ് ക്രംസ് ഒരുപാടാകുമല്ലോ. അപ്പോൾ ഞാൻ കൈയൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ആ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് പൊറ്റി പിടിച്ചോളും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് പെട്ടെന്ന് എണ്ണയിലേക്ക് അങ്ങ് സ്പ്രെഡ് ആവില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ബോൾസും ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഏകദേശം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മുറിഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ എല്ലാ സൈഡൊന്നും മുരിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗുലാബ് ജാമുനൊക്കെ വറുത്തെടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉരുട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു ചെമ്മീൻ്റെ ഒക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചെമ്മീൻ നമ്മൾ കറിയൊക്കെ വെക്കാൻ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ചെമ്മീൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വേവിച്ചിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സവാളയൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടാൽ മതി. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിന് സ്നാക്കായിട്ടും അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ല രസമായിട്ട് ഒന്നിങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.